മഹാനടന് ജന്മം നൽകിയ അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ മുടവൻമുകളിലെ വീട്ടിലേക്ക് ജനപ്രവാഹമാണ്. മുടവൻമുകളിലെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് മുതിർന്ന പ്രചാരകൻ എസ് സേതുമാധവനും പ്രാന്തീയ കാര്യകർത്താക്കളും മോഹൻലാലിന്റെ അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. വിവരങ്ങളുമായി ഗോകുൽ ഒപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, മലയാളത്തിൻ്റെ മഹാനടൻ, ആ മഹാനടനെ നമുക്ക് മുന്നിൽ സമ്മാനിച്ചത് ആ അമ്മയാണ്. ആ അമ്മയുടെ വിയോഗം നാട് എങ്ങനെ ഏറ്റുവാങ്ങുന്നു? കൃഷ്ണരാജ്, ഇന്ന് പുലർച്ചെ 5 മണിയോട് കൂടിയിട്ടാണ് മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയുടെ മൃതദേഹം തിരുവനന്തപുരത്തുള്ള മുടവൻമുകളിലെ വീട്ടിലേക്ക് എറണാകുളത്ത് നിന്നും എത്തിച്ചത്. പുലർച്ചെ മുതൽ തന്നെ വലിയ നിര, അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വലിയ നിര തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിപ്പോഴും അങ്ങനെ അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗങ്ങളിലെ നിരവധിയായിട്ടുള്ള പ്രമുഖരാണ് ഈ മുടവൻമുകളിലെ മോഹൻലാലിൻ്റെ കുടുംബ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അഖില ഭാരതീയ കാര്യകർത്താവ്, സീമാ ജാഗരൺ മഞ്ചിൻ്റെ അഖില ഭാരതീയ സംരക്ഷകരായിട്ടുള്ള എസ് സേതുമാധവനും ഒപ്പം ദക്ഷിണ കേരള പ്രാന്തത്തിൻ്റെ കാര്യകർത്താവായിട്ടുള്ള ജയകുമാർ അടക്കമുള്ള ആളുകൾ ഔദ്യോഗികമായിട്ട് മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് ഇവിടെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചത്. ഒപ്പം മോഹൻലാലിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ചലച്ചിത്ര താരങ്ങൾ, സുരേഷ് ഗോപി അടക്കമുള്ള താരങ്ങൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. മോഹൻലാലും ഭാര്യ സുചിത്രയും മകൾ വിസ്മയയും രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രണവ് മോഹൻലാൽ അല്പസമയം മുമ്പാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുടവൻമുകളിലെ ഈ വീട്ടുവളപ്പിൽ തന്നെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുന്നുണ്ടാവുക. കാരണം മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഇടമാണ് ഈ വീട് എന്ന് പറയുന്നത്. പലതവണ മോഹൻലാൽ അക്കാര്യം പറഞ്ഞിരുന്നതാണ്. പലപ്പോഴും ഈ താരം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് താമസം മാറ്റിയപ്പോഴും അമ്മ ഈ വീട് വിട്ടു വരാനായിട്ട് മടിച്ചിരുന്നു. ഈ വീടുമായിട്ട് ഏറെ വൈകാരികമായിട്ടുള്ള ബന്ധമുള്ള വ്യക്തി കൂടിയിട്ടാണ് മോഹൻലാലിൻ്റെ അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തണമെന്നുള്ളത് തീരുമാനം ആയിട്ടുണ്ട്. ഒപ്പം മോഹൻലാലിൻ്റെ പിതാവ് വിശ്വനാഥനും അതോടൊപ്പം തന്നെ സഹോദരനായിട്ടുള്ള പ്യാരിലാലും അന്ത്യനിദ്ര കൊള്ളുന്നതും ഇതേ മണ്ണിൽ തന്നെയാണ്. അവിടെ തന്നെ അമ്മയ്ക്കും വിശ്രമം ഒരുക്കണം എന്നുള്ളൊരു തീരുമാനമാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിരാവിലെ മുതൽ തന്നെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ, കലാരംഗങ്ങളിലെ നിരവധിയായിട്ടുള്ള പ്രമുഖർ മോഹൻലാലിൻ്റെ അമ്മയെ ഒരു നോക്ക് കാണുവാനും മോഹൻലാലിനെ ആശ്വസിപ്പിക്കുവാനുമായിട്ട് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ട് പ്രതിനിധീകരിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം മന്ത്രിമാരായിട്ടുള്ള വീണ ജോർജ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഒപ്പം സഹപ്രവർത്തകരായിട്ടുള്ള ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങളായിട്ടുള്ള ആളുകളും ഇങ്ങോട്ടേക്ക് മുടവൻമുകളിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും മഹാനടന് ജന്മം നൽകിയിട്ടുള്ള അമ്മയെ ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ജനങ്ങളൊക്കെ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇനി എന്തായാലും 4 മണി വരെ മുടവൻമുകളിലെ വീട്ടിൽ പൊതുദർശന സൗകര്യമുണ്ടാകും. അതിനുശേഷം 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. കൃഷ്ണരാജ്, ഗോകുൽ, ഈ എല്ലാ മക്കൾക്കും അമ്മ അങ്ങനെ തന്നെയാണെങ്കിലും മോഹൻലാൽ പലപ്പോഴും അമ്മ എന്ന ബന്ധത്തെ എത്രമാത്രം ഊഷ്മളമായാണ് സ്വീകരിച്ചിരുന്നത് എന്ന് പല ഘട്ടങ്ങളിൽ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ നമ്മൾ. നോക്കൂ, ഇടയ്ക്ക് വർഷങ്ങൾക്ക് മുൻപ് അമ്മ അസുഖബാധിതയായി അമൃത ആശുപത്രിയിൽ കൊച്ചിയിൽ കിടക്കുമ്പോൾ മകൻ്റെ വേദന എന്തെന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞതാണ്. അമ്മയെക്കുറിച്ചുള്ള എഴുത്തുകൾ ഏറ്റവും അവസാനവും അതങ്ങനെ തന്നെയായി നിലകൊണ്ടു. ഇപ്പോൾ ഈ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നവരെ കാണുകയും വേണം, അവർക്ക് സ്നേഹത്തോടെ ഒരു സമീപനം കാണിക്കുകയും വേണം, അതേസമയം ഉള്ളു വിങ്ങി പൊട്ടുകയുമായിരിക്കാം. തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ആ രീതിയിൽ തന്നെയാണ് മോഹൻലാലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ ആയാലും അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിലൂടെ ആയാലും ഒക്കെ തന്നെ അമ്മയുമായിട്ട് എത്രമാത്രം വൈകാരികമായിട്ടുള്ള അടുപ്പം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ മലയാളികൾക്ക് മുഴുവൻ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. ആ അമ്മയാണ് ഇത്തരത്തിൽ വിടവാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മകൻ എന്നുള്ള രീതിയിൽ താങ്ങാനാവുന്നതിലും അപ്പുറം ദുഃഖം അദ്ദേഹത്തിൻ്റെ മുഖത്തും ശരീരഭാഷയിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് അമ്മയായിരുന്നു തൻ്റെ വളർച്ചയിൽ ഏറ്റവും കരുത്തായത്
എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, താൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഈ മുടവൻ മുകളിലെ ഈ വീട്ടിൽ നിന്നുകൊണ്ടാണ്, ഈ വാതുക്കൽ നിന്നുകൊണ്ടാണ് അമ്മ തന്നെ യാത്രയാക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പലതവണ അഭിമുഖങ്ങളിലൂടെ മലയാളികളെ അറിയിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഈ നിമിഷങ്ങളെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അച്ഛനും സഹോദരനും അവർ രണ്ടുപേരും ഈ വീട്ടിൽ തന്നെയാണ് മരണമടഞ്ഞതും. ഇവിടെ തന്നെയാണ് അവരെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സമീപത്തായി തന്നെ അമ്മയും അന്തിയുറങ്ങണം എന്നുള്ളൊരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ 12 വർഷം മുമ്പാണ് അമ്മയായിട്ടുള്ള ശാന്തകുമാരി അമ്മയ്ക്ക് പക്ഷാഘാതം ഉണ്ടാവുകയും തുടർന്ന് ചികിത്സയുടെ ഭാഗമായിട്ട് എറണാകുളത്തേക്ക് വരികയും ഒക്കെ തന്നെ ചെയ്തത്. അതിനു മുമ്പ് പലതവണ അമ്മയെ കൂടെ താമസിപ്പിക്കാനായിട്ട് അങ്ങോട്ട് വിളിച്ചിട്ടും അമ്മ വരാൻ തയ്യാറായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഈ വീട് വിട്ട്, അതായത് മോഹൻലാലിന് 3 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിശ്വനാഥൻ, അദ്ദേഹം സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായിരുന്നു. ആ അച്ഛൻ സ്ഥലം വാങ്ങി നിർമ്മിച്ചതാണ് തിരുവനന്തപുരം മുടവൻമുകളിലെ ഈ വീടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട് അത്രത്തോളം അടുപ്പമുള്ളതായിരുന്നു മോഹൻലാലിൻ്റെ അമ്മയ്ക്കും. ഈ വീട് വിട്ട് അവർ പലപ്പോഴും എറണാകുളത്തേക്ക് വരാനായിട്ട് വിസമ്മതിച്ചിരുന്നു. അതിനുശേഷം അസുഖബാധിതയായതിനെ തുടർന്നാണ് എറണാകുളത്തേക്ക് അമ്മ മാറുകയും അമൃത ആശുപത്രിയിൽ ചികിത്സയുടെ ഭാഗങ്ങളൊക്കെ ആയിട്ട് അവിടെ താമസമാക്കുകയും ഒക്കെ തന്നെ ചെയ്ത്, ഇളമക്കരയിൽ താമസമാക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. തുടർന്ന് കോവിഡിൻ്റെ സമയത്ത് മോഹൻലാൽ അദ്ദേഹം ചെന്നൈയിലായിരുന്നു. അമ്മയെ നേരിട്ട് കാണുവാനാകാതെ അദ്ദേഹം വിഷമിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് അമ്മയെ ഫോണിൽ വിളിച്ചുകൊണ്ട് ശബ്ദത്തിലൂടെയാണ് അമ്മയുടെ സ്നേഹം അറിഞ്ഞിരുന്നത്, അമ്മയെ സ്നേഹിച്ചിരുന്നത് എന്നൊക്കെ അദ്ദേഹം ഈ കോവിഡ് കാലത്ത് അഭിമുഖങ്ങളിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ അത്രത്തോളം വാത്സല്യവും അടുപ്പവും അമ്മയോട് ആ മകന് ഉണ്ടായിരുന്നു. എന്തായാലും മലയാളികൾക്ക് മുഴുവൻ മകനും ഏട്ടനും സഹോദരനും ഒക്കെയായിട്ടുള്ള ആ മോഹൻലാലിന്, ആ പ്രിയ നടന് ജന്മം നൽകിയിട്ടുള്ള ആ അമ്മയാണിപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ഏറ്റവും സ്നേഹനിധിയായിട്ടുള്ള, വാത്സല്യനിധിയായിട്ടുള്ള ശാന്തകുമാരി അമ്മയ്ക്ക് മലയാളം അല്ലെങ്കിൽ കേരളം വിട നൽകുകയാണ്. പൊതുസമൂഹം മുഴുവൻ ഈ രീതിയിൽ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയെ ഒരു നോക്കുകൂടി കണ്ടുകൊണ്ട് യാത്രയാക്കുന്നതിന് വേണ്ടിയിട്ട്, മോഹൻലാലിനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ സമൂഹം വന്നു ചേർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരടക്കമുള്ള ആളുകൾ പൂർണ്ണ ആശ്വാസം നൽകിക്കൊണ്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ വീട്ടിൽ തന്നെയുണ്ട്. MG ശ്രീകുമാർ അടക്കമുള്ള അടുത്ത സുഹൃത്തുക്കൾ, സുരേഷ് കുമാർ അടക്കമുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ഇവിടെ തന്നെ മണിക്കൂറുകളായിട്ട് ഇവിടെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 4 മണിയോടുകൂടി പൊതുദർശന ചടങ്ങുകൾ അവസാനിക്കും. മക്കളും ചെറുമക്കളും ഒക്കെ ഇവിടെ ഉണ്ട്. അതായത് മോഹൻലാലിൻ്റെ മക്കളായിട്ടുള്ള സുചിത്രയും ഒപ്പം പ്രണവ് മോഹൻലാലും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും 4 മണിക്ക് തന്നെ കൃത്യം സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടത്തുമെന്നാണ് ബന്ധുക്കൾ ഔദ്യോഗികമായിട്ട് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, ഈ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങിയ ശേഷം മോഹൻലാൽ അത് അമ്മയുടെ അടുത്തെത്തിച്ച് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞത് കൂടെ നിന്ന് ആർക്കും മനസ്സിലായില്ല. പക്ഷേ മോഹൻലാൽ പറഞ്ഞത് അതെനിക്ക് മനസ്സിലാകും എന്നാണ്. അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം വെളിവാക്കാൻ മറ്റൊരു ഉദാഹരണം വേണ്ടല്ലോ. ഏതായാലും മഹാനടന് ജന്മം നൽകിയ ആ അമ്മ അന്ത്യനിദ്രയിലാണ്. അവസാനമായി ഒരു നോക്ക് കാണാൻ സമൂഹമൊന്നാകെ, കേരളമൊന്നാകെ തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. വൈകിട്ടാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.